കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് നമ്മൾ +1 കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്. ഞാൻ +1 കുട്ടികൾക്ക് വേണ്ടി കുറേ ചാപ്റ്റേഴ്സ് എടുത്തിരുന്നു. ഞാൻ ചാപ്റ്റർ 3 അതായത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ എടുത്തില്ല. ബാക്കി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, ഈ ചാപ്റ്ററുകളെല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഗിരീഷ് ഫിസിക്സ് എന്ന് പറയുന്നതിനകത്ത് പ്ലേലിസ്റ്റിനകത്ത് നോക്കിയാൽ കൃത്യ ഓർഡറിൽ കാണാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലോട്ട് കയറാം. ഇത് ഒരുപാട് പ്രത്യേകതയുള്ളൊരു ക്ലാസ് ആണ്. +1 ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവറായിട്ടിരിക്കുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. വളരെ സീരിയസ് ആയിട്ട് ഇനി കേൾക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുക. ഒന്ന്, നിങ്ങളുടെ പബ്ലിക് എക്സാം ഇല്ല എന്ന് പറഞ്ഞ് +1കാർ വളരെ ഈസി ആയിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഏറ്റവും കഷ്ടം +1കാരോടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10ാം ക്ലാസ്സിനും +2നും പിന്നെ എന്തെങ്കിലും ഒരു പരീക്ഷ ഒക്കെ വന്നു, അവര് പഠിക്കാനൊക്കെ തുടങ്ങി. ഇതുവരെയും ഒരുപാട് കുട്ടികൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരുപാട് കുട്ടികളും കറക്റ്റ് ആണ് സാറേ എന്ന് പറയും. കാരണം +1 കുട്ടികൾ ഇതുവരെയും പഠിക്കേണ്ടത് എന്താണെന്നോ പഠിക്കേണ്ടതിനെ കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. അത് ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, 15 ചാപ്റ്റർ ഫിസിക്സ് തന്നെ പഠിക്കാനുണ്ട്. നന്നായിട്ട് 2 വലിയ ടെക്സ്റ്റ്. ഏറ്റവും ടഫ് സബ്ജക്ട് ബെസ്റ്റ് വെച്ച് പറയാം, +1 +2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫിസിക്സ് തന്നെയാണ് ബാക്കിയുള്ള സബ്ജക്റ്റുകളെക്കാട്ടിൽ. എല്ലാ +2കാർക്കും അതറിയാം. +1 കയറുന്നവർക്ക് യാതൊരു ഐഡിയ ഇല്ല, സ്കൂളിൽ പോയിട്ടില്ല നിങ്ങൾ. പക്ഷേ പബ്ലിക് എക്സാം ജൂൺ ജൂലൈ മാസങ്ങളിൽ പബ്ലിക് എക്സാം നടത്തും എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അന്നേരം ഇനിയും കരുതലോടെ വേണം നീങ്ങാൻ. അന്നേരം ഞാൻ ഇപ്പൊ ക്ലാസ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല മണി പോലെ നല്ല പാട്ടും പാടി പഠിപ്പിക്കും. നിങ്ങൾ അതുപോലെ പഠിക്കും, അടിപൊളിയായിട്ട് പഠിക്കും. കാരണം നമുക്ക് ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. +2 കൂട്ട് തന്നെ ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ആകെ 2000 രൂപയുള്ള മൊത്തം ഫുള്ള് ക്ലാസ്, നോട്ട്സ്, റിവിഷൻ എല്ലാം, ഡിസ്കഷൻ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം 2000 രൂപ മാത്രമേ ഉള്ളൂ. ചേരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പിനകത്ത് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, +1 ഒന്ന് കൊടുത്തേച്ചാൽ മതി. അന്നേരം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അന്നേരം ഞാൻ ഈ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഒരുപാട് സ്കൂളിൽ ഈ ചാപ്റ്റർ പഠിപ്പിച്ചു കഴിഞ്ഞാണ് ഓൾറെഡി. അന്നേരം നിങ്ങളൊന്ന് കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ വ്യത്യാസമുണ്ട്. അന്നേരം ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യണം, മറക്കരുത്. ഓക്കെ, അന്നേരം ലെറ്റ് us start the battle. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ തുടങ്ങുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം 3 ഡയമെൻഷൻ പരിചയപ്പെടാം. മോഷൻ 1 ഡയമെൻഷൻ, മോഷൻ 2 ഡയമെൻഷൻ, മോഷൻ 3 ഡയമെൻഷൻ. എന്താണ് മോഷൻ ഇൻ 1 ഡയമെൻഷൻ? ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ സ്ട്രെയിറ്റ് ലൈനിനകത്തൂടെ മാത്രമേ ഉള്ളെങ്കിൽ ആ മോഷൻ നമുക്ക് മോഷൻ 1 ഡയമെൻഷൻ എന്ന് പറയും. അന്നേരം ഇഫ് ദി മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് restricted to a straight line, then the motion is called a motion in 1 dimension. നിങ്ങൾ എന്നോടൊപ്പം ഡെഫിനിഷൻ പഠിച്ചാൽ പോകണം. If the motion of an object is restricted to a straight line, straight ലൈനിനകത്തൂടെ മാത്രമേ മോഷൻ നടക്കുന്നുള്ളെങ്കിൽ അതാണ് restricted. ആ മോഷൻ പറയുന്ന പേരാണ് മോഷൻ ഇൻ 1 dimension. എക്സാമ്പിൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഇപ്പം സ്ട്രെയിറ്റ് ലൈനകത്തൂടെ മാത്രം നടക്കുന്ന മോഷൻ. ഇപ്പം വെഹിക്കിൾസ് ഓൺ ഹൈവേസ് നമ്മൾ പറയുന്നില്ലയോ, സാധാരണ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ നമുക്ക് ഹൈവേയിലൂടെ കയറുമ്പോൾ വെച്ച് പിടിച്ചങ്ങ് പോവാം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. അന്നേരം വെഹിക്കിൾസ് ഓൺ ഹൈവേസ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അന്നേരം ട്രെയിൻ ഓൺ എ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്ന എല്ലാം മോഷൻ 1 ഡയമെൻഷൻ എക്സാമ്പിൾ ആണ്, എല്ലാം സ്ട്രെയിറ്റ് ആണ്. ഇനി എന്താണ് മോഷൻ 2 ഡയമെൻഷൻ? മോഷൻ 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ if the motion of an object is restricted to a plane, പ്രതലം, it is called a motion in 2 dimension. പഠിക്കാൻ എളുപ്പമാണ്. മോഷൻ 1 ഡയമെൻഷൻ, മോഷൻ 2 ഡയമെൻഷൻ തമ്മിലുള്ള ഡെഫിനേഷൻ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ മാറ്റി അതിനെ ഇങ്ങോട്ട് ദൂരെ എറിഞ്ഞിട്ട് പ്ലെയിനെ ഇങ്ങോട്ട് എടുത്തിട്ടാൽ അത് മോഷൻ 2 ഡയമെൻഷൻ ആയി. അല്ല, if the motion of an object is restricted to a plane, it is called motion in 2 dimension. അതിന് എക്സാമ്പിൾ ബോട്ട് ഓൺ എ ലേക്ക്. കായലിനകത്തൂടെ ബോട്ട് പോകുന്ന സ്ട്രെയിറ്റ് അല്ല, പറന്നുമല്ല, അതിങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകും. അത് ഏത് എക്സാമ്പിൾ ആണ്? 2 ഡയമെൻഷൻ. ആൻഡ് ക്രോളിംഗ് ഓൺ എ ഗ്ലോബ്. ഒരു ഗ്ലോബിലൂടെ ഉറുമ്പെഴിഞ്ഞു പോകുന്നത് ഇങ്ങനെ വളഞ്ഞ് അതിന് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആയിരിക്കും.
അതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? മോഷൻ ഇൻ 2 dimension. അടുത്തത് മോഷൻ ഇൻ 3 dimension ആണ്. If the motion of an object is restricted to space, സ്പേസിൽ മാത്രമേ ഒരു മോഷൻ നടക്കുന്നുള്ളെങ്കിൽ then the motion is called motion in 3 dimension. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ബട്ടർഫ്ലൈ ഫ്ലൈങ് അറൗണ്ട് എ ഫ്ലവർ, എയറോപ്ലെയിൻ ഫ്ലൈങ് അറൗണ്ട് എ ഫ്ലവർ. ഇതെല്ലാം എയറോപ്ലെയിൻ ഫ്ലൈങ് അറൗണ്ട് എ ഫ്ലവർ വേണ്ട, എയറോപ്ലെയിൻ ഫ്ലൈങ് ഇൻ സ്പേസ്, ബട്ടർഫ്ലൈ ഫ്ലൈങ് അറൗണ്ട് എ ഫ്ലവർ. ഇതെല്ലാം 3 dimension എക്സാമ്പിളാണ്. മോഷൻ 1 dimension എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ബാക്കി ഡെഫിനേഷൻ എല്ലാം സെയിം. സ്ട്രെയിറ്റ് ലൈൻ മാറ്റി പ്ലെയിൻ ആക്കിയാൽ അത് മോഷൻ 2 dimension ആക്കി, പ്ലെയിൻ മാറ്റി സ്പേസ് ആക്കിയാൽ അത് 3 dimension ആക്കി. അന്നേരം എന്ത് എളുപ്പത്തിൽ നമ്മൾ മോഷൻ 1 dimension, മോഷൻ 2 dimension, മോഷൻ 3 dimension അടിപൊളിയായില്ലേ? ഇൻട്രോ സൂപ്പർ. അന്നേരം നിങ്ങൾ കമന്റ്സ് ഒക്കെ, നിങ്ങളുടെ കമന്റുകളൊക്കെ വാല്യൂബിൾ ആണ്. നിങ്ങൾ കമന്റ്സ് ഒക്കെ ഇടുക, ഞാൻ എല്ലാം റിപ്ലൈ ചെയ്യും. അടിപൊളിയായിട്ട് ഞങ്ങൾ പഠിച്ചു തുടങ്ങുക. പവർ വരട്ടെ. ഓക്കെ വാ. അന്നേരം അടുത്ത ടോപ്പിക്കിലോട്ട്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓർമ്മല്ലേ? ഓക്കെ വാ. അങ്ങനെ നമ്മള് 3 ടോപ്പിക്ക് പറഞ്ഞു, പഠിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് എന്റെ കൂട്ടത്തിൽ പറഞ്ഞു വന്നേ മോഷൻ 1 dimension, മോഷൻ 2 dimension, മോഷൻ 3 dimension കഴിഞ്ഞു. അടുത്തത് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്. ഇതെല്ലാം നമുക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കും, പക്ഷെ അറിയില്ല. എന്താണ് ഡിസ്റ്റൻസ്? കുറെ പേർക്ക് അറിയാം, ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് കേട്ടോ. അറിയാൻ വയ്യാത്തവർക്കും പഠിക്കാം. അന്നേരം വാട്ട് ഈസ് മീൻ ബൈ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസിന്റെ മലയാളത്തിൽ ദൂരം എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ സഞ്ചരിക്കുന്ന പാതയെല്ലാം ദൂരമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരിടം വരെ സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ സഞ്ചരിക്കുന്ന പാതയെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. അതിന്റെ ഇംഗ്ലീഷിന്റെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ദി ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ in a certain interval of time. The length of the path traveled by a particle in a certain interval of time is known as distance. Unit of distance. നമുക്കറിയാം ഡിസ്റ്റൻസ് ഇപ്പം ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഇത്ര മീറ്റർ ദൂരം, ഇത്ര സെന്റിമീറ്റർ ദൂരം, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ദി യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഈസ് മീറ്റർ. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ m. എന്താണ് ഡിസ്റ്റൻസ്? വാട്ട് ഈസ് മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ്? രണ്ടും 2 വ്യത്യസ്തമായ വാക്കുകളാണ്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. വാട്ട് ഈസ് മീൻ ഡിസ്പ്ലേസ്മെന്റ്? Displacement is the change of position along a particular direction from the initial position to the final position. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇരുന്ന് കേൾക്കുന്ന ഒരാൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തൃശ്ശൂരോ ഏതെങ്കിലും ജില്ലയിലിരിക്കട്ടെ, നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോവുകയാണ്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ അസാധ്യ സ്വപ്നങ്ങൾ കണ്ടോണം. അന്നേരം സ്വപ്നം കാണുന്നതിന് നമുക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ട. അന്നേരം നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോകണം. അന്നേരം നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയാണ്, എക്സാമ്പിൾ തിരുവനന്തപുരമാണ് ഇനീഷ്യൽ പൊസിഷൻ, തുടങ്ങുന്ന അവിടെ നിന്നാണ്. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നതാണ് ഫൈനൽ പൊസിഷൻ. ആ തിരുവനന്തപുരത്തിനും സ്വിറ്റ്സർലൻഡിനും ഇടയിലുള്ള ഒരു ദൂരമുണ്ട്. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിലുള്ള ദൂരത്തെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ടാണ് ചെറിയ ക്ലാസ്സിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി ചേഞ്ച് ഓഫ് പൊസിഷൻ along a particular direction from the initial position to the final position. അത് പക്കയായിട്ട് പഠിക്കണം. അന്നേരം അതും നിങ്ങൾക്കറിയാം, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിലുള്ള ദൂരമാണ്. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. യൂണിറ്റ് ഈസ് മീറ്റർ, ഡിനോട്ട് ലെറ്റർ സ്മോൾ. അന്നേരം ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും യൂണിറ്റ് സെയിം ആണ്. എന്താണ്? മീറ്റർ ആണ്. സെയിം മീറ്റർ ആണ്. അത് കഴിഞ്ഞു. അന്നേരം നമ്മൾ 5 ടേംസ് കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, 1 മണിക്കൂർ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഈ ചാപ്റ്റർ. ഞാൻ വെറും വാക്ക് പറഞ്ഞല്ല, അടിപൊളിയായിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ പാട്ട് പാടി പഠിക്കും. നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് മോഷൻ 1 dimension, മോഷൻ 2 dimension, മോഷൻ 3 dimension, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. അടുത്തത് സ്പീഡ്, വേഗത. നമ്മൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് സ്പീഡ് എന്ന് പറയുന്നത്. എന്തോ സ്പീഡാണ് ബൈക്കിൽ പോകുന്നത്, എന്തോ സ്പീഡാണ് കാറിൽ പോകുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാന്ന് തോന്നുന്നു സ്പീഡ്. അന്നേരം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം.
ഒരു യൂണിറ്റ് സമയത്തിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്പീഡ്. അന്നേരം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതാണ് കറക്റ്റ് സ്പീഡിന്റെ ഇക്വേഷൻ. അന്നേരം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇൻ യൂണിറ്റ് ടൈമിന് പറയുന്ന പേരാണ് സ്പീഡ്. യൂണിറ്റ് നിങ്ങൾ പറഞ്ഞേ, ഡിസ്റ്റൻസിന് എന്താണ് മീറ്റർ, ബൈ ടൈമിന്റെ എന്താണ് സെക്കൻഡ്. അന്നേരം യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ എഴുതാം കേട്ടോ, ഈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റേസ് ടു 1 എന്നാണ്. അതിനെ ഇങ്ങനെ എഴുതാം, മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എഴുതാം, അത് കറക്റ്റാണ്. അന്നേരം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, അടുത്തത് ആവറേജ് സ്പീഡ്. അതും അറിഞ്ഞിരിക്കേണ്ട വാക്കാണ്. ഒരു വട്ടം ഹയർ സെക്കൻഡറിക്ക് പ്രോബ്ലം ചോദിച്ചതാണ് ആവറേജ് സ്പീഡ് വെച്ച്. നമുക്ക് എല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് തിരിച്ചു പറയും. അന്നേരം അങ്ങനെ തെറ്റിക്കരുത്. സൂക്ഷ്മമായ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം പ്ലസ് വണ്ണിൽ. അന്നേരം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ആവറേജ് എടുക്കുന്നത് എങ്ങനെ? ഇപ്പം നിങ്ങളുടെ മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ മാർക്ക് കിട്ടി. ഫിസിക്സിന് 2 മാർക്ക്, കെമിസ്ട്രിക്ക് 4 മാർക്ക്, മാത്സിന് 6 മാർക്ക്. ഫിസിക്സ് 2, കെമിസ്ട്രി 4, മാത്സ് 6. ആവറേജ് എടുക്കുന്ന ഈ 3 വിഷയങ്ങളുടെ മാർക്ക് 3 കൂട്ടിയിട്ട് എത്ര വിഷയം ഉണ്ടെന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുക. അന്നേരം 2 + 4 + 6/3 എന്ന് പറഞ്ഞാൽ 12/3 എന്ന് പറഞ്ഞാൽ 4. ഇതാണ് ആവറേജ് എടുക്കുന്നത്. അന്നേരം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇപ്പൊ കുറെ ഡിസ്റ്റൻസ് വരികയാണ്. ഇതേപോലെ തന്നെ 2 മീറ്റർ, 4 മീറ്റർ, 6 മീറ്റർ, 3 ഡിസ്റ്റൻസ് വന്നു. ഇങ്ങനെ കോളമായിട്ടൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് തരും. 3 ടൈം തന്നു, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. നിങ്ങളോട് ഇവിടെ ഈ കോൾ തന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേറ്റ തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ് എല്ലാം കൂട്ടണം. 2 + 4 + 6 എന്ന് പറഞ്ഞാൽ 12 ബൈ ടൈം എല്ലാം കൂട്ടണം. ടോട്ടൽ ടൈം 1 + 2 + 3 എന്ന് പറഞ്ഞാൽ 6. 12/6 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ്. എന്താ സാറേ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതി? കാരണം ആവറേജ് സ്പീഡാന്ന് പറഞ്ഞാലും സ്പീഡാണ്. അന്നേരം ആവറേജ് സ്പീഡിനും എല്ലാം ഒരേ യൂണിറ്റ് ആണ്. യൂണിറ്റ് നിർബന്ധമാണ് എഴുതിയിരിക്കണം. 2 മീറ്റർ പെർ സെക്കൻഡ്. അന്നേരം എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ദി ടോട്ടൽ ടൈം. ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ദി ടോട്ടൽ ടൈം. അന്നേരം ആവറേജ് സ്പീഡ് വരും. ഇനി ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആദ്യം മുതൽ പാട്ട് പാടി പഠിക്കണം. മോഷൻ 1 ഡയമെൻഷൻ, മോഷൻ 2 ഡയമെൻഷൻ, മോഷൻ 3 ഡയമെൻഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, ആവറേജ് സ്പീഡ്, 7 ടോപ്പിക്. അടുത്തത് വെലോസിറ്റി. ഓക്കെ, അടുത്തത് വെലോസിറ്റിയാണ്. അന്നേരം നമ്മൾ സ്പീഡ് പഠിച്ചു, ആവറേജ് സ്പീഡ് പഠിച്ചു. വെലോസിറ്റി എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്ന പോലെ നിങ്ങൾ എഴുതുക, നിങ്ങളത് വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈമിനെ പറയുന്ന പേരാണ് വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. What is in velocity? Displacement in unit time is called unit time is called velocity. Velocity is equal to displacement by time. Unit is displacement unit. ഇനി നിങ്ങൾ തന്നെത്താൻ യൂണിറ്റ് എഴുതാൻ പഠിച്ചില്ലെങ്കിൽ നാണക്കേടാ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ. യൂണിറ്റ് ഈസ് ടൈമിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അന്നേരം സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റും സെയിം ആണ്. അതും സെയിം പിച്ച, രണ്ടിന്റെ യൂണിറ്റ് സെയിം ആയി. അന്നേരം വെലോസിറ്റി കഴിഞ്ഞു. വെലോസിറ്റിയെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 3ആയിട്ട്: ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി. ഏതൊക്കെയാണ് 3 തരം വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി. അന്നേരം നമുക്ക് തുടങ്ങാം. ആവറേജ് വെലോസിറ്റി ഞാൻ ഇതങ്ങ് തുറച്ചു. ഓക്കെ, ആവറേജ് വെലോസിറ്റി
വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ സ്പീഡ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എങ്ങനെ ആയിരിക്കാം? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഓക്കേവാ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഇത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം. കാരണം ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് ഡിനോട്ട് ചെയ്യാം, എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. രണ്ട് രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ഞാനിപ്പോ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വേണമെങ്കിൽ മിനിമം രണ്ട് ഡിസ്പ്ലേസ്മെന്റ് എങ്കിലും വേണം. ഇപ്പൊ നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചാൽ മിനിമം രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് എടുക്കുകയാണ്, x1 x2, രണ്ട് ടൈം എടുക്കുകയാണ്, t1 t2. ടോട്ടൽ വിചാരിക്കും നമ്മൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വിചാരിക്കും ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് x1 plus x2 അല്ല, ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x2, ഇനീഷ്യൽ എന്ന് പറയുന്നത് x1. അതായത് ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം t2 മൈനസ് t1. x2 ൽ നിന്ന് x1 കുറച്ചാൽ ഒരു ഡിഫറൻസ് അല്ലേ? എന്തായാലും x തന്നെ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കൂ. a2 മൈനസ് a1 ഇത് നമ്മൾ ഡെൽറ്റ a എഴുതും. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ a, ചെറിയ വ്യത്യാസം. ആ a2 ൽ നിന്ന് a1 കുറച്ചപ്പം ഉള്ള വ്യത്യാസമാണ് ഡെൽറ്റ എന്ന് സൂചിപ്പിക്കുന്നത്. സ്മോൾ ചേഞ്ച് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞേ b2 മൈനസ് b1 ഡെൽറ്റ b. Therefore x2 minus x1 delta x by t2 minus t1 delta t. ഇതാണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ടു ദി ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി is equal to total displacement by total time is equal to x2 minus x1 by t2 minus t1 equal delta x by delta t. ഇക്വേഷൻ ബോക്സിനകത്താക്കി ഫ്രെയിം ചെയ്ത് പഠിക്കണം. ഓക്കെ, അന്നേരം അടുത്ത ടോപ്പിക്കിലോട്ട് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതുവഴി ഒരു കാർ ഇങ്ങനെ പോകണം. ആ കാർ പോകുമ്പോൾ ഞാൻ ചോദിക്കേണ്ടത് ഇതിന്റെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന സ്പീഡോമീറ്ററിൽ കാണുന്ന സ്പീഡ് അല്ല പറയണ്ടേ, അന്നേരം കാണുന്ന സ്പീഡ് നമ്മൾ പറഞ്ഞേക്കണം ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഫുഡ് കഴിക്കണം തോന്നുന്നു, നമ്മൾ പെട്ടെന്നൊരു ഓർഡർ ചെയ്യും. നമുക്ക് ഇന്ന ഫുഡ് ഒരു ഹോട്ടലിൽ വിളിച്ച് ഓർഡർ, നമുക്ക് ഇത് വേണം, ഇന്നത്തെ ഷവർമ വേണം, അല്ലെങ്കിൽ ഷവായി വേണം. അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നു. അതിനെ ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ടൈമിൽ. അന്നേരം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ the velocity of a particle at any instant of its motion is known as instantaneous velocity. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഞാനൊന്ന് പറഞ്ഞുതരാം. When a boy is in school bus, he observes the speedometer of the bus. Which speed is observed by the boy? ഒരു കൊച്ചൻ, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചൻ ഒരു ബസ്സിന്റെ സ്പീഡോമീറ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഡ്രൈവർ ഇങ്ങനെ തിരിക്കുന്നു, സ്പീഡോമീറ്റർ ഇങ്ങനെ നോക്കുമ്പോൾ ഏത് സ്പീഡാണ് ഒബ്സർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതേണ്ടത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അന്നേരം കാണുന്ന സ്പീഡിനെ പറയുന്ന പേര് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചാണ്. ഇതെല്ലാം പിന്നെയും ചെയ്യാം, ഒന്ന് ഓർത്ത് ചെയ്യുക. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത് വേണ്ട. അടുത്തത് യൂണിഫോം വെലോസിറ്റി. വെലോസിറ്റി നമ്മൾ മൂന്നായിട്ട് ക്ലാസ് ചെയ്തു. ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അടുത്തത് യൂണിഫോം വെലോസിറ്റി. അത് എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ആണ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. അന്നേരം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് വെയിറ്റ് ചെയ്യണം. അന്നേരം യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം, ഈക്വൽ ടൈം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വെലോസിറ്റി എന്തുമായിരിക്കും? എല്ലാം യൂണിഫോം അല്ലേ. അന്നേരം ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടൈം ആണെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി. അന്നേരം എ പാർട്ടിക്കിൾ ഈസ് സെറ്റ് ടു മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരു പാർട്ടിക്കിൾ യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് മേക്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ഇനി നിങ്ങൾ എന്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞേ എ പാർട്ടിക്കിൾ ഈസ് സെറ്റ് ടു മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരു പാർട്ടിക്കിളിനെ യൂണിഫോം വെലോസിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ
if it makes equal displacements in equal intervals of time. പെട്ടെന്ന് a particle is said to move with the uniform velocity if it makes equal displacement in equal intervals of time. ഇതാണ് യൂണിഫോം വെലോസിറ്റി. അതാണ് വെലോസിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. എന്ത് എളുപ്പമാണ് അല്ലേ? ഇങ്ങനെ അങ്ങോട്ട് പഠിക്കണം ഫിസിക്സ്. നല്ല പടപടാന്ന് മാറി കിട്ടും. നല്ല ഈസി ആയിട്ട് ഫിസിക്സിനെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ നമ്മൾ അങ്ങ് കയറി അങ്ങ് പോകും. അരാം നമ്മൾ പഠിപ്പിച്ച് ഒന്ന് റിവൈസ് ചെയ്യാണ്. പെട്ടെന്ന് ഓർഡറിൽ നിങ്ങൾ പറയണം. ഞാൻ തെറ്റിക്കുന്നു നോക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. മോഷൻ 1 ഡയമെൻഷൻ, മോഷൻ 2 ഡയമെൻഷൻ, മോഷൻ 3 ഡയമെൻഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, ആവറേജ് സ്പീഡ്, വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി. അടിപൊളി. ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചാൽ അടുത്ത നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആക്സിലറേഷൻ ഇതുപോലെ 3 ക്ലാസിഫിക്കേഷൻ ആണ്. ആവറേജ് ആക്സിലറേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ. ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിക്കും. പിന്നെ നമുക്ക് കൈനമാറ്റിക് ഇക്വേഷൻസിന്റെ ഡെറിവേഷൻസ് ഉണ്ട്, റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്, ഗ്രാഫിക് ഉണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം പടപടപട സിമ്പിൾ ആയിട്ട് നമുക്ക് തരാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും നോക്കു പോലും വേണം, പാർട്ടി അങ്ങ് ഷെയർ ചെയ്തേക്കണം. അല്ല നമ്മൾ തുടങ്ങി അംഗം. ബാക്കിയുള്ള ചാപ്റ്ററുകളെല്ലാം എടുത്തേക്കുന്നത് നിങ്ങളുടെ പ്ലേലിസ്റ്റിനകത്ത് നോക്കിയാൽ അതിനകത്ത് പ്ലേലിസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അന്നേരം +2 ഒക്കെ ക്ലാസ്സുകൾ ഇങ്ങനെ 10th ക്ലാസ് ഇങ്ങനെ പരീക്ഷ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് +1 ഇപ്പോഴും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതാക്കുന്നത്. പക്ഷെ ഇനി +1 ക്ലാസ് റെഗുലർ ആയിട്ട് കിട്ടും. അടിപൊളിയായിട്ട് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുക. അന്നേരം ഇന്നത്തെ ക്ലാസ് നടത്തുന്നു. എല്ലാം മനസ്സിലായി, പാട്ട് പാടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പഠിച്ചാൽ മതി. നിർത്തുന്നു. ബൈ ബൈ, സി യു. ഓക്കെ.